നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി വരും ദിവസങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെയാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ്, നമുക്ക് നിഫ്റ്റിയിലും ലോങ് ടേം ട്രെൻഡ് എങ്ങനെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റിൽ പറഞ്ഞത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് നമ്മൾ ഷോർട്ട് സെൻറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി 24,305 ഒരു താഴെ മാത്രമാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസ് കാണാത്തവരൊന്ന് ശ്രദ്ധിക്കാം. 305 താഴത്തേക്കാണ് ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി സൂചിപ്പിച്ചിരുന്നത്. 24,360 മുകളിൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന്. അതിനുശേഷം എക്സാക്ട് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. അതിനുശേഷം 24,460 റെസിസ്റ്റൻസ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് 24,500 മുകളിലാണ് നിഫ്റ്റിയുടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്? അതിന് മുൻപ് തന്നെ നിഫ്റ്റിയിലെ ലോങ് ടൈം വ്യൂ എപ്പോഴും ശ്രദ്ധിക്കാം. ലോങ് ടൈം വ്യൂ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ, കഴിഞ്ഞ ദിവസത്തെ അല്ല കഴിഞ്ഞ ആഴ്ചകളിലെ വീഡിയോസിൽ തുടർച്ചയായിട്ട് പറയുന്നതാണ്. നമുക്ക് നിഫ്റ്റിയുടെ റിവേഴ്സൽ പോയിന്റ് എന്ന് പറയുന്നത് 24,200 ആണ്. 24,200 ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് അല്ല, അതിന് മുൻപ് തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. 24,200 താഴെയാണ് സപ്പോർട്ട്, പക്ഷേ അതിൻ്റെ ഒരു താഴെ ക്ലോസ് ചെയ്താലാണ് വീക്ക്നെസ് ആകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റിയിലും ബൗൺസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കും. അപ്പോൾ നിഫ്റ്റിയിലും ലോങ് ടൈം ട്രെൻഡും ഷോർട്ട് ടൈം ട്രെൻഡും റിവേഴ്സ് ആകുന്നതിനുള്ള ഒരു സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ 24,200 തന്നെ ആക്ട് ചെയ്യും. എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഇൻട്രാഡേയിൽ നമുക്ക് മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, എങ്ങനെയാണ് നമുക്ക് നിഫ്റ്റിനെ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യേണ്ടത്? നിഫ്റ്റിയിലും വരും ദിവസങ്ങളിലായാലും 24,515 ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്താൽ ഇൻട്രാഡേയിൽ ബയർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണ്, 24,515 സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 24,515 മുകളിൽ നിഫ്റ്റിയിലും റെസിസ്റ്റൻസ് കാണുന്നത് 24,575. ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം 24,575 താഴെ വന്ന നെഗറ്റീവ് ആകും, പ്രോഫിറ്റ് ബുക്കിൻ്റെ ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 24,575 ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈ സെന്റിമെന്റിലാണ് നിഫ്റ്റിയിൽ കാണുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. 24,515 ഒരു താഴെ 24,460 സപ്പോർട്ട്. 460 അടുത്തത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് 530 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 460 സ്റ്റോപ്പ് ലോസ്. അല്ലെങ്കിൽ 24,430 ഹോൾഡ് ചെയ്തുകൊണ്ട് 460 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന പ്ലാനുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസവും നമ്മളത് സൂചിപ്പിച്ചിരുന്നു. 305 താഴെയാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അതേപോലെ 24,430 താഴെയാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആകുക. അതുപോലെ തന്നെ ലോവർ ലെവൽ സപ്പോർട്ടായാലും അതിന് ശേഷമുള്ള സപ്പോർട്ടായാലും ഈ ഒരു സപ്പോർട്ട് ഇങ്ങനെ മാനേജ് ചെയ്യുക. 360, 330 ഇങ്ങനെ മാനേജ് ചെയ്യുക. 360 താഴെയല്ല ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, 330 താഴെയാണ്. ഇതൊരു ബൈക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. 330 ഹോൾഡ് ചെയ്തുകൊണ്ട് 360 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടിൽ നിന്നുള്ള ബൈർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം 24,255 സപ്പോർട്ട്. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസിലാണോ സപ്പോർട്ടിലാണോ, അതിനനുസരിച്ച് എക്സാക്റ്റ് ആയിട്ടുള്ള റൈറ്റ് തീരുമാനങ്ങൾ എടുക്കുക. നിഫ്റ്റിയിൽ ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുക. കഴിഞ്ഞ ദിവസമായാലും നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. 52,400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം 52,630 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും കഴിഞ്ഞ ദിവസത്തെ ഒരു വർക്കിംഗ് ശ്രദ്ധിക്കുക. അതിന് ശേഷം 52,630 റെസിസ്റ്റൻസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യുന്നതാണ് കണ്ടിരുന്നത്. അതിനുശേഷം 630 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. 550 താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിംഗ് വരും. എപ്പോഴും നമ്മൾ തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുമ്പോൾ ഇതേ രീതിയിൽ എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസ് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വരും ദിവസങ്ങളായാലും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ടേഴ്സ് ഏതാണ്, റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ്, നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാം.
അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആയാലും മാനേജ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് ഏരിയകൾ ശ്രദ്ധിക്കുക. 52 640 540 റേഞ്ചിലാണെങ്കിൽ ഈ റേഞ്ച് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ റേഞ്ചിലേക്ക് ഫോളോ ചെയ്യുക. റെസിസ്റ്റൻസ് 52,825 റെസിസ്റ്റൻസ്, 875 റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസും ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. മറ്റേ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത ബയർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതിനുശേഷം 53,100 റെസിസ്റ്റൻസ്, അതിനുശേഷം 53,250 റെസിസ്റ്റൻസ്. 52,540 താഴെ 52,230 സപ്പോർട്ട്. അതിന് താഴെ 51,800 തൊട്ട് താഴെയാണ് 51,790 സപ്പോർട്ട് വരുന്നത്. അതിനുശേഷമുള്ള സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകൾ ഫോളോ ചെയ്യുക. ഇത്തരം സപ്പോർട്ടുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ട് ബാങ്ക് നിഫ്റ്റി ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിനെയായാലും നമുക്ക് മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്. കഴിഞ്ഞ ഫിൻ നിഫ്റ്റി സപ്പോർട്ട് ലെവലിലായിരുന്നു, റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിരുന്നു. വോളറ്റൈൽ മൊമെന്റ് ആയിരുന്നു ഫിൻ നിഫ്റ്റിയിലായാലും സംഭവിച്ചിരുന്നത്. വരും ദിവസങ്ങളിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിലും മാനേജ് ചെയ്യാനുള്ള റെസിസ്റ്റൻസുകൾ ശ്രദ്ധിക്കാം. ഹയർ ലെവല് 710, 650 തൊട്ടടുത്ത് ഇങ്ങനെ റെസിസ്റ്റൻസ് ഏരിയകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 760 മുകളിൽ 810 റെസിസ്റ്റൻസ്. വലിയൊരു മൊമെന്റം എക്സ്പെക്ട് ചെയ്യരുത്, കാരണം തൊട്ടടുത്ത റെസിസ്റ്റൻസുകൾ മാർക്കറ്റിൽ നൽകുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സേഫ്. 710 താഴെ ഷോർട്ട് സെല്ലാണ്. 650 സപ്പോർട്ട്, 650 താഴെ 23,565 സപ്പോർട്ട്. എനിക്ക് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 565 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. 23,445 400 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട്. ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി ഇനി 400 താഴെയാണ്. 400 താഴെ സസ്റ്റെയിൻ ചെയ്താലാണ് ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആകുന്നത്. അല്ലെങ്കിൽ ഈ റേഞ്ച് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. എനിക്ക് ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് റേഞ്ചിന്റെ അടുത്ത് നിന്നുള്ള ബൈ ഓപ്പർച്യൂണിറ്റി ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റിക്കോ ഇമ്പോർട്ടൻസ് നൽകുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.